അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തജ്വീദ് ശാസ്ത്രത്തിൽ ഉൾക്കൊള്ളുന്ന 3 ശാഖകളെക്കുറിച്ചും പാരായണത്തിൽ നമുക്ക് വരാവുന്ന തെറ്റുകളെക്കുറിച്ചും ആ തെറ്റുകൾക്ക് എന്താണ് അറബിയിൽ പറയുക എന്നുള്ളതിനെക്കുറിച്ചുമാണ് സംസാരിച്ചത്. അൽഹംദുലില്ലാഹ്, അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്, നാം പരിശുദ്ധ ഖുർആനിൽ 3 വിധത്തിൽ പാരായണം ചെയ്യുന്നു. അതായത് 3 രീതിയിൽ പാരായണം ചെയ്യുന്നുവെങ്കിലും ചെറിയ തെറ്റോ വലിയ തെറ്റോ വരാത്ത വിധത്തിൽ വേണം നാം പാരായണം ചെയ്യാൻ. ഏറ്റവും സാവധാനത്തിൽ പാരായണം ചെയ്യുന്നതിന് പറയുന്നതാണ് അത്തഹ്ഖീഖ്, ഏറ്റവും സാവധാനത്തിൽ. പിന്നെ നാം പാരായണം ചെയ്യുന്ന രീതി ഒരു മിതത്വം പാലിച്ചുകൊണ്ടാണ്. അൽ തദ്വീർ എന്ന് പറയും, മിതത്വം പാലിച്ച്. 3ാമത് വേഗത്തിൽ, അതിന് പറയുന്നതാണ് അൽ ഹദ്ർ. എന്താണ് നാം പാരായണം ചെയ്യുന്ന രീതി? നാം മിതത്വം പാലിച്ചിട്ടാണ് പാരായണം ചെയ്യുക. അതാകുന്നു അൽ തദ്വീർ. ഇനി പരിശുദ്ധ ഖുർആനിൽ നാം അക്ഷരങ്ങൾ കാണുന്നുണ്ടല്ലേ? അക്ഷരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫത്ഹയോ തൊമ്മയോ കസ്റയോ മറ്റോ കാണുന്നുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് അൽ ഹുറൂഫ് അഥവാ അൽ ഹർഫ് അഥവാ അൽ ഹുറൂഫ്. എന്താണ് അക്ഷരം? കൃത്യമായതോ ഏകദേശം ആയതോ ആയ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദത്തെയാണ് അക്ഷരം എന്ന് പറയുന്നത്. എന്താണ് അക്ഷരം? കൃത്യമായതോ ഏകദേശം ആയതോ ആയ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വരുന്ന ശബ്ദത്തെയാണ് നാം അക്ഷരങ്ങൾ എന്ന് പറയുന്നത്, അക്ഷരം എന്ന് പറയുന്നത്. ഈ അക്ഷരം മക്തൂബനായിട്ടുണ്ട്, മൻതൂഖനായിട്ടുമുണ്ട്. മക്തൂബ എന്ന് പറയുമ്പോൾ എഴുത്തു രൂപത്തിൽ 28 അക്ഷരങ്ങളും മൻതൂഖ് രൂപത്തിലാകുമ്പോൾ അത് ഉച്ചാരണത്തിലാകുമ്പോൾ 29 അക്ഷരങ്ങളുമാണുള്ളത്. ഇനി ഹുറൂഫുൽ മക്തൂബ എന്ന് പറഞ്ഞാൽ എഴുത്തിൽ വരുന്ന അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളാണ്. അതായത് ഹംസയും അലിഫും ഒരു അക്ഷരമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതിന് പറയുന്നതാണ് ഹുറൂഫുൽ ഹിജായിയ്യ എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഹുറൂഫുൽ ഹിജായിയ്യ. അതായത് നാം പരിശുദ്ധ ഖുർആനിൽ ഈ അക്ഷരമാലയാണ് കാണുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളതും. ഇനി നമുക്ക് നോക്കാം, ഖുർആനിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരമാല അഥവാ അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സ, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത, വ, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹ, ഹംസ, യ. ഈ രീതിയിലാണ് നാം അക്ഷരമാല ക്രമം കാണാൻ പറ്റുക, അറബി അക്ഷരമാല. ഈ അക്ഷരമാലയാണ് പരിശുദ്ധ ഖുർആനിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഫത്ഹ നൽകപ്പെട്ട ഒരു അക്ഷരത്തെ നീട്ടുവാൻ വേണ്ടി മാത്രമാണ് അലിഫ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് അലിഫ് ഉപയോഗിക്കുന്നത്? ഫത്ഹ നൽകപ്പെട്ട ഒരു അക്ഷരത്തെ നീട്ടുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നതാകുന്നു അലിഫ്. ഇനി 29 അക്ഷരങ്ങളിൽ അലിഫ് ഒഴികെയുള്ള 28 അക്ഷരങ്ങളും 5 അവസ്ഥയിലാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. എത്ര അവസ്ഥയിൽ? 5 അവസ്ഥയിൽ. 1 സ്വരാക്ഷരങ്ങളോടുകൂടി, 2 സ്വരാക്ഷരം ഇല്ലാതെ, അതായത് സാക്കിനായ അവസ്ഥയിൽ, 3 തൻവീനോടുകൂടി, 4 നീട്ടക്ഷരങ്ങളോടുകൂടി, 5 ഇരട്ട അക്ഷരത്തോടു കൂടി. ഒന്നുകൂടി പറയാം,
29 അക്ഷരങ്ങളിൽ അലിഫ് ഒഴികെയുള്ള 28 അക്ഷരങ്ങൾ 5 അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുക. 1 സ്വരാക്ഷരത്തോടു കൂടി, 2 സുക്കൂനുള്ള അവസ്ഥയിൽ അഥവാ സ്വരാക്ഷരം ഇല്ലാതെ, 3 തൻവീനോടുകൂടി, 4 നീട്ടക്ഷരങ്ങളോടുകൂടി, 5 ഇരട്ട അക്ഷരങ്ങളോടുകൂടി അഥവാ ശദ്ദ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 5 അവസ്ഥകളിലാണ് നാം പരിശുദ്ധ ഖുർആനിൽ ഈ അക്ഷരങ്ങളെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഇതിനെക്കുറിച്ച് വീണ്ടും വിശദമായി നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുവരേക്കും എല്ലാവരും എല്ലാ ക്ലാസ്സും കേട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.